ഞാനിപ്പോൾ റാന്നിക്കാരനല്ലേ? സംശയമുണ്ടെങ്കിൽ ദാ ഇവരോട് ചോദിച്ചു നോക്കൂ. റാന്നിയിലെ ഇടത് സ്ഥാനാർത്ഥി പ്രമോദ് നാരായണന്റെ വാക്കുകളാണിത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ഉറച്ച അയ്യപ്പ വിശ്വാസിയാണെന്നും ശബരിമല വിഷയം സർക്കാരിന് അനുകൂലമായേ വരികയുള്ളൂവെന്നും പ്രമോദ് നാരായണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അത് കേൾക്കാം. റാന്നിയിലെ LDF സ്ഥാനാർത്ഥി പ്രമോദ് നാരായൺ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. രാവിലെ വോട്ട് ചോദിച്ച് റാന്നിയിൽ ജനങ്ങളെ കാണുകയാണ്. എങ്ങനെയാണ് രണ്ടാം തവണയാണ് ജനവിധി തേടുന്നത്? എങ്ങനെയൊക്കെയാണ് പ്രതീക്ഷകൾ? കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ശുഭപ്രതീക്ഷയിലാണ്. മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. LDFന്റെ വിജയം റാന്നിയിൽ ഉറപ്പാണ്. കേരളത്തിലും ഒരു തുടർ ഭരണം 2021 നമ്മൾ മലയാളികൾ മുന്നണികളെ മാറി മാറി പരീക്ഷിക്കുന്ന ശീലമുള്ള കേരളത്തിൽ അത് സാധ്യമാണോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അന്ന് ചരിതമെഴുതിയതുപോലെ 2026 LDF മൂന്നാം തവണയും അധികാരത്തിലെത്തും. അതിന് റാന്നി വലിയ പങ്കുവഹിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ വരുമ്പോൾ ഞാൻ ഒരു പരിധിവരെ അപരിചിതനായിരുന്നു. പക്ഷേ ഈ 5 വർഷം റാന്നിയിലെ ജനങ്ങൾ വികസനത്തേക്കാൾ ക്ഷേമത്തേക്കാൾ റാന്നിയിലെ ജനങ്ങളുടെ കൂടപ്പിറപ്പായി അവരുടെ എല്ലാ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും ഒരു കുടുംബാംഗമായി മാറാൻ കഴിഞ്ഞു. അങ്ങനെ ആ ജനജീവിതത്തിൽ അലിഞ്ഞു ചേർന്നതിന് ജനങ്ങൾ എന്നെ ഹൃദയത്തോടെയാണ് ചേർത്ത് നിർത്തുക. രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ജനത മുഴുവൻ നമ്മളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുക. ശബരിമല നിൽക്കുന്ന ഒരു മണ്ഡലമാണ്, ശബരിമല സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ശബരിമല വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ, വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്ന് കരുതുന്നുണ്ടോ? ശബരിമല വിഷയം ഗവൺമെൻറ്റിന് അനുകൂലമായി വോട്ടർമാരെ സ്വാധീനിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. എല്ലാ വർഷവും നട തുറക്കുമ്പോഴും എത്രയോ കാലമായി MLA ആകുന്നതിന് മുമ്പ് തന്നെ അയ്യപ്പൻ്റെ ഭക്തനാണ്. ആ അയ്യപ്പൻ്റെ ഭക്തനായതുകൊണ്ട് അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം പോലും മോഷ്ടിച്ച ഒരാളും രക്ഷപ്പെടരുത് എന്ന് ഏത് വിശ്വാസിയും പോലെ ഞാൻ ആഗ്രഹിക്കുന്നു. സർക്കാർ ആ വിശ്വാസമാണ് കാത്തുസൂക്ഷിക്കുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഒരു പടി മുന്നിലാണ് ഇപ്പോൾ തന്നെ എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അക്കാര്യത്തിലൊരു അമിതമായ ആത്മവിശ്വാസമൊന്നും ഇല്ല. LDF സ്ഥാനാർത്ഥിയായി എന്നെ നിയോഗിച്ചു. ഞാൻ എൻ്റെ ചുമതല ഭംഗിയായി നിറവേറ്റുന്നു. എൻ്റെ ആശയങ്ങൾ ജനങ്ങളോട് പറയുന്നു. MLA എന്ന രൂപത്തിലുള്ള എൻ്റെ പ്രവർത്തനത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. UDFന് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സമയമെടുക്കാം. ചിലപ്പോൾ അത് ആരുമാകട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് ആ നിലയിൽ വന്നുകൊള്ളട്ടെ. മറ്റൊരു ജില്ലക്കാരനാണെന്നുള്ള അപരിചിതത്വം മാറി. മറ്റൊരു ജില്ലക്കാരനാണെന്ന് ഇനി പറയല്ലേ. ഞാൻ റാന്നിക്കാരനാണ്. ഇത് എവിടെയുണ്ട്? എനിക്കിപ്പം റാന്നി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശശി. ഇപ്പം എന്ത് ചെയ്യുന്നു ചെല്ലു ചേച്ചി? ഈ നാട്ടുകാരനല്ലേ? ഇപ്പോൾ രണ്ടാം തവണയാണ് തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ റാന്നിയിൽ നിന്നും വിജയിക്കാൻ സാധിക്കുമെന്നാണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ. ക്യാമറാമാൻ CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.